ഇന്ന് രാവിലെ വിളിച്ചുണർത്തിയത് ഒരു പരിശുദ്ധമായ പള്ളിയിലെ ഇമാമാണ്. രാവിലെ ആരാ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു. കുറച്ച് ഉറക്കപ്പിച്ചോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഇന്നലെ ബോംബെയിൽ നിന്ന് എത്തി. ഹാഷ്മിയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ലേറ്റ് ആയതിനു ശേഷം 1-2 സ്ഥലങ്ങളിൽ പോകണ്ടായിരുന്നു. വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു 8 മണി റേഞ്ചിലാണ് അദ്ദേഹം വിളിച്ചത്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം വലിയ അനുഗ്രഹമാണ്. രാഹുൽ ഈശ്വറും ആരിഫ് ഹുസൈനുമായിട്ടുള്ള ഡിബേറ്റ് കണ്ടു. ആ ഡിബേറ്റിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. കണ്ണ് നിറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷം, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വളരെ സന്തോഷം. ഞാനപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ പെർമിഷൻ എടുത്തിട്ടാണ് നിങ്ങൾക്ക് അത് പങ്കുവെക്കുന്നത്. ആ വോയിസ് നോട്ട് എന്തായാലും കേൾക്കണം. ഇത് ശ്രീ ആരിഫ് ഹുസൈനും കേൾക്കണം. ഇതാണ് വിശ്വാസികളുടെ ഇടയിലുള്ള സ്നേഹം, സൗഹാർദ്ദം. ഇതിനെ നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കാൻ നോക്കരുത്. ഇതിൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് കലർത്താൻ നോക്കരുത്. അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ ഇതിൽ അദ്ദേഹം, അതായത് ഒരു ഹിന്ദുവും എക്സ് മുസ്ലിമും തമ്മിലുള്ള പോരാട്ടമാണ്. ഹിന്ദു വിശ്വാസിയായ രാഹുൽ ഈശ്വറും എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈനും തമ്മിലുള്ള ഫൈറ്റിൽ ഒരു ഇമാമിന് പറയാനുള്ളത് അതാണ് ഇതിൽ ഏറ്റവും കൗതുകമായി എനിക്ക് തോന്നിയത്. വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കേൾക്കണം. ഞാൻ ജസ്റ്റ് അത് ഇതിലൊന്ന് കേൾപ്പിക്കാം. എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആഡ് ചെയ്ത് കേൾപ്പിക്കാം. വളരെ വളരെ വലിയ സന്തോഷം തോന്നി. ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ സന്തോഷം സാർ. വളരെ അങ്ങേപ്പോലെ ഒരു ആളുടെ വിളിക്കുന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഫോണിൽ സംസാരിച്ചില്ലെങ്കിലും പോലും നിങ്ങളോട് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ വളരെ സ്വാധീനം നേടിയ ഒരു വ്യക്തിയാണ്. സന്തോഷം. ഞാനിത് തുറന്ന മനസ്സോടെ പറയുന്നത്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. സന്തോഷം സന്തോഷം. ഇപ്പൊ അവിടെ വീട്ടിലാണോ? ഞാൻ ഇപ്പൊ വീട്ടിലാണ്. അങ്ങനെ എവിടെ? കളമശ്ശേരി. എവിടത്തെ? ഞാൻ കളമശ്ശേരിയിൽ നമ്മുടെ മെട്രോയിൽ കൂടെ പോകുമ്പോൾ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയാണ്. മുനിസിപ്പാലിറ്റിയുടെ എല്ലാം ചേർന്ന് നമ്മുടെ ആ ഒരു ജിഞ്ചർ എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെ നേരെ അടുത്ത് അവിടുത്തെ ഇമാമ. വളരെ സന്തോഷം. വളരെ സന്തോഷമാണ്. വെള്ളിയാഴ്ച ഒക്കെ മെൻഷൻ ചെയ്യുന്നു പറഞ്ഞത് അത് വലിയൊരു ഭാഗ്യമാണ്. അത് വലിയ അല്ലല്ല, തീർച്ചയായിട്ടും ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ ഇന്നത് എന്റെ ജുമാ പ്രസംഗത്തിൽ ഞാനത് പ്രത്യേകം നിങ്ങളെ എടുത്ത് പരാമർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് താങ്ക്സ് പറയും. വലിയ സന്തോഷം. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് 100% ഷെയർ ചെയ്യാം. എനിക്ക് അത്ര സന്തോഷം കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ആരാധിക്കുന്നു എന്ന് പറയാൻ എന്റെ മനസ്സ് അനുവദിക്കില്ല. അത്രയേറെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഭാഷാ ശൈലിയെയും നിങ്ങളുടെ കഴിവിനെയും അറിവിനെയും. അതിലുപരി ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചത് വളരെ കൃത്യമാണത്. ആരിഫ് ഹുസൈന്റെ ഒരു വിടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം അതുകൂടെ പറഞ്ഞേക്കാം. ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാ ആണ്. പിന്നെ പറഞ്ഞത് പുള്ളി ഖിസാസ് ആണെന്നാ. അയാൾക്ക് ഖിയാസ് എന്ന് പറയാൻ പോലും പഠിക്കാതെ ഖിസാസ്, അതൊക്കെ ഞാൻ അയാളെ വിളിക്കാറൊന്നുമില്ല. അപ്പൊ ഇതൊന്നും ഏകപക്ഷീയമല്ല. രാജ്യത്തെ മതങ്ങളും സാമൂഹ്യ വ്യവസ്ഥിതികളും ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും എത്ര സുന്ദരമായി നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടമാണ്. തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിങ്ങളുടെ പിന്നെ അയ്യപ്പസ്വാമിയും വാവരും അതേപോലെ വെളുത്തച്ഛനും ഞാൻ വളരെ എന്റെ മനസ്സിനെ വല്ല സ്വാധീനിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ് അതൊക്കെ. തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. തീർച്ചയായും സന്തോഷപൂർവ്വം വിളിച്ചോളാം. എവിടെ താമസിക്കുന്ന? ആലപ്പുഴയിലാ? തിരുവനന്തപുരത്താണ് സാർ. ഇപ്പൊ തിരുവനന്തപുരത്താണ് അല്ലേ? എറണാകുളത്ത് വരുമ്പോ അങ്ങേ കണ്ടോളാം. എനിക്കത് കാണണം, നേരിട്ട് കാണണം കേട്ടോ. തീർച്ചയായിട്ടും ഇതിന്റെ എന്തെങ്കിലും ഒരു ഓഡിയോ മറ്റോ അയച്ചു തന്നാലും തന്നെ ഞാൻ അയച്ചു തരാം. ഇതിൽ വാട്സപ്പ് ഉണ്ടല്ലോ, ഞാൻ അയച്ചു തന്നോളാം. തീർച്ചയായിട്ടും. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഒരു ജുമാ പ്രസംഗത്തിൽ പ്രാർത്ഥനയിൽ എൻ്റെ പേരെടുത്ത് പറയുന്നതും നന്ദി പറയുന്നതും പറഞ്ഞതിൽ വളരെ സന്തോഷം. അതൊരു ദൈവീകമായ അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. ഞാൻ ആകെ ഉറക്കൊപ്പിച്ചില്ലായിരുന്നു രാവിലെ. അപ്പോൾ ഇദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാതെ ഫോൺ നമ്പറിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഹലോ എന്ന് പറയായിരുന്നു. അപ്പോൾ മോന് സൈഡിൽ കിടപ്പുണ്ടായിരുന്നു, 2 മക്കൾ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം രാവിലെ വിളിച്ച് യു മെയ്ഡ് മൈ ഡേ. അദ്ദേഹത്തെ ഞാൻ വീണ്ടും വിളിച്ചോളാം. വളരെ നന്ദി. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഇമാമാണ്. ആത്മീയ പാഠങ്ങൾ നമ്മുടെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഇമാമാണെങ്കിലും പള്ളിയിലച്ഛനാണെങ്കിലും സന്യാസി ആണെങ്കിലും ഒക്കെ നമ്മളെ ഏറ്റവും ആദരവോടെ കാണുന്നതാണ്. ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അതാണ്, നമ്മുടെ ആത്മീയതയുള്ള ആൾക്കാരെ ആദരവോടെ കാണുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം, താഴ്മയേറിയ നന്ദി. ആ ജുമാ പ്രസംഗത്തിൽ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞത് വലിയ ഭാഗ്യമായി, ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നു. കാര്യം അത് ദൈവീകമായൊരു കാര്യമാണ്. നമ്മുടെ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിലച്ഛന്മാർ പ്രഭാഷണം എന്ന് പറയുന്ന പോലെ, നമ്മുടെ ഹിന്ദു അമ്പലങ്ങളിൽ ആത്മീയ ആചാര്യന്മാരോ സന്യാസിമാരോ പ്രഭാഷണം എന്ന് പറയുന്ന പോലെ പരിശുദ്ധ
ഒരു മുസ്ലിം പള്ളിയിൽ ഇതേപോലെ ജുമാ എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മെൻഷൻ പറയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മതങ്ങളുടെ ഇടയിൽ സാഹോദര്യവും സൗഹാർദ്ദവും ഒരുമയും നന്മയും ഉണ്ടാകട്ടെ. അങ്ങനെ പോസിറ്റിവിറ്റിയിലൂടെ നമുക്ക് ഈ നെഗറ്റിവിറ്റിയെ ജയിക്കാൻ കഴിയട്ടെ. പോസിറ്റീവ് മുമ്പോട്ട് വെക്കുന്നതിലൂടെ നെഗറ്റീവ്, വിദ്വേഷം, വെറുപ്പ്, പരസ്പരമുള്ള വിരോധം ഇതെല്ലാം ഇല്ലാതാകട്ടെ. ഗോഡ് ബ്ലെസ്.